വെള്ളം ഉണ്ടോ ഫ്രീ ആയിട്ട്? കച്ചവടക്കാരെ കാണാണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, അൽഹംദുലില്ലാ. എന്നാ വളണ്ടിയേഴ്സ് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ കച്ചവടം ഇതിന്റെ അടിയിൽ കൂടെ ചെയ്യരുത്. വെറുതെ കൊടുക്കണൊക്കെ ഒന്ന് കൊടുത്തോളൂ. കടലൊക്കെ വെറുതെ കൊടുക്കണമെങ്കിൽ കൊടുത്തോളെ. പൈസക്കുള്ള കച്ചവടം എന്ത് ചെയ്യരുത്, ഇതിന്റെ ഇടക്ക് നടത്തരുത് ഇൻഷാ അല്ലാഹ്. അത് സദസ്സിന്റെ പുറത്തേക്ക് മാറണേ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കുവിൻ ജസാക്കുമുല്ലാഹ് ഖൈർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്, ഒരു മഹദിയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്. ആരാണത്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. സംസം വെള്ളം ആദ്യമായി കുടിച്ചതൊരു പെണ്ണാണ്, മഹദിയായ ഉമ്മു ഇസ്മാഈൽ ഹാജർ റളിയല്ലാഹു അൻഹ. ഈ ഉമ്മത്തിന് വേണ്ടി ആദ്യമായി ചുടുനിണം ഒഴുക്കിയതൊരു പെണ്ണാണ്, ഒരു മഹദിയാണ്, സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു സൂറ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വഹാബിയത്തുകളിലെ പ്രഗൽഭകളായ പണ്ഡിതകള്. നമുക്ക് എത്ര മാതൃകകളാണ് നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്. എന്നാൽ അത്ഭുതം സൃഷ്ടിച്ചൊരു മഹദിയുണ്ട്, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ചെന്നു, ദഖൽതുൽ ജന്ന ഫറഅയ്തു റുമൈസ ഇംറഅത അബീ തുൽഹ. ഞാൻ സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ അബൂ തുൽഹയുടെ ഭാര്യയായ റുമൈസ ബീവിയെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവ് മാലിക് ഇബ്നു നദറാൻ. മാലിക് ഇബ്നു നദർ, ഞാനത് എവിടെയോ മാലിക് ഇബ്നു കഅബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, തിരുത്തണം. മാലിക് ഇബ്നു നദറാൻ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവ് മാലിക് ഇബ്നു നദർ. അവരുടെ മോനാണ് അനസ് ഇബ്നു മാലിക്. മാലിക് എന്നവരുടെ മകൻ അനസ്. മകൻ ജനിച്ചു. ഇസ്ലാം മദീനയിലേക്ക് എത്തിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. സ്വഹാബിമാർ ഓരോരുത്തരും ഹബീബിന് സമ്മാനം കൊണ്ടുകൊടുക്കുന്നു. ചില ഉമ്മമാർക്ക് സമ്മാനങ്ങളില്ല, അവര് 4 വരി കവിതകൾ ചൊല്ലുന്നു ഹബീബിന്റെ മുന്നിൽ ചെന്ന്. ഹബീബിന്റെ മൗലിദ് പാരായണം, ഹബീബിന്റെ മദ്ഹ് പാരായണം, ഹബീബിന്റെ മദ്ഹ് പാരായണം. ഹബീബിന്റെ മുന്നിൽ വന്ന് പ്രായമുള്ള ഉമ്മമാർ, കുട്ടികൾ വന്ന് ചൊല്ലുന്നുണ്ട്. ചിലർ ഹബീബിന് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കാത്തിരിക്കുകയാണ്, കൊടുക്കാനൊന്നുമില്ല. തന്റെ ഭർത്താവ് കഅബ് ഇബ്നു നദർ ഹബീബായ നബി തങ്ങൾ ഇസ്ലാമുമായി വന്നു എന്ന് കണ്ടപ്പോൾ ഇനി കള്ളു കുടിക്കാൻ പറ്റില്ലല്ലോ, ഇനി മദ്യപിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച്, ഞാൻ ഡമസ്കസിലേക്ക് പോവുകയാണ്, ഉമ്മു സുലൈം എന്റെ കൂടെ വരുന്നോ, ഞാൻ ഷാമിലേക്ക് പോവുകയാണ്, നമുക്കവിടെ ക്രിസ്ത്യാനിയായോ ജൂതനായോ ജീവിക്കാം, എനിക്ക് ഇസ്ലാം എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് മദ്യപിക്കണം, എനിക്ക് എന്റേതായ ജീവിതമുണ്ട്, എനിക്ക് ഏകദൈവ വിശ്വാസം കഴിയില്ല എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് ഓടിപ്പോയ ആളാണ്. അങ്ങനെ അവിശ്വാസത്തിൽ നിലകൊണ്ട ആളാണ് കഅബ് ഇബ്നു നദർ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒറ്റക്കാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശം കേട്ടപ്പോഴേ ഓടിയ ആളാണ് കഅബ് ഇബ്നു നദർ. തന്റെ ഭർത്താവ് ത്വലാഖ് ചൊല്ലി ഒറ്റക്കായ മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾ വന്നപ്പോ 9 വയസ്സുള്ള മകന്റെ കൈ പിടിച്ചാണ് വരുന്നത്. ആ മകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, മദീനയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങേക്ക് സമ്മാനങ്ങൾ തന്നു നബിയേ, എന്റെ കയ്യിൽ കാശില്ല നബിയേ, സമ്മാനം തരാൻ ഒന്നുമില്ല നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളതൊരു മകനാണ്, എന്റെ മോൻ അനസിനെ ഞാൻ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ ദാനമായി ഞാൻ ഏൽപ്പിക്കുകയാണ് നബിയേ. എത്ര വലിയ ത്യാഗം! യാ അല്ലാഹ്, ഒരു മോനെ ഉള്ളൂ. ആ മോനെ ഹിഫ്ദുൽ ഖുർആനിന് അല്ലെങ്കിൽ ഇൽമ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക എന്ന് പറയുമ്പോ എത്ര വലിയ ത്യാഗമാണത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്റെ മോനെ അങ്ങ് സ്വീകരിക്കണമേ.
ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോനെ സ്വീകരിച്ചു. ഹബീബ് വഫാത്താകുന്നവരെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹബീബിന്റെ വീട്ടിലെ ഹബീബിന്റെ ഖാദിം, ഹബീബിന്റെ പരിചാരകൻ. ആ മഹാനാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 100 വയസ്സ് വരെ ജീവിച്ച മഹാനാണത്. മഹാൻ പറഞ്ഞു, ഖദംതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് ജോലി എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ ആളുകൾക്ക് ജോലി എടുക്കുന്ന ആളുകളാണ്. നമ്മുടെ മീതെ മാനേജർമാരുണ്ടാകും, ഉടമസ്ഥന്മാരുണ്ടാകും. നമ്മൾ പലർക്കും ജോലി ചെയ്യുന്നവരാണ്. ജോലി കൊടുക്കുന്ന എംപ്ലോയർമാർ ശ്രദ്ധിക്കണം, ജോലി ചെയ്യുന്ന എംപ്ലോയീസും ഇത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന എംപ്ലോയി, അവരുടെ എംപ്ലോയറാണ്, സയ്യിദാണ്, മെഹബൂബാണ്, നബിയാണ്, മുർസലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വർഷം ഞാൻ എന്റെ ഹബീബിന് സേവനം ചെയ്തപ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിന് അനസേ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു എന്നോ, എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിട്ടുപോയാൽ അനസേ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ എന്റെ മാസ്റ്ററായ, എന്റെ ഉടമസ്ഥനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. ഇത് എത്ര വലിയ റിമാർക്കാണ്! ഇത് എത്ര വലിയ ഒരു ഡിസ്റ്റിങ്റ്റീവ് സ്വഭാവമാണ്, വ്യതിരക്തമായ സ്വഭാവം. ഒരിക്കൽ പോലും ഒന്ന് ശകാരിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം എന്റെ യജമാനൻ എന്നോട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. മാ ദറബനി വലാ ശതമനി, എന്നെ ചീത്ത പറയുകയോ എന്നെ അടിക്കുകയോ എന്റെ ഉടമസ്ഥനായ നബി തങ്ങൾ ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ അവിടെ കൊണ്ടുപോയി ആക്കിയത് ആ ഉമ്മയുടെ എല്ലാമായ സമ്പാദ്യമായ മോനെയാണ്. ആ ഉമ്മ ഇനി ഒറ്റക്കാണ് കിടക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹബീബിന്റെ ഹദ്റത്തിലുണ്ട്. എന്റെ മോൻ എന്റെ അരികത്ത് വന്ന് പറഞ്ഞു തരണം, ഉമ്മ ഹബീബ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയാണുമ്മ. ഉമ്മ ഇന്നലെ ഹബീബ് എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉമ്മ ഹബീബ് ഇങ്ങനെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. ഹബീബിന്റെ സുന്നത്തുകൾ എനിക്ക് അങ്ങനെ പഠിച്ചു കിട്ടാൻ വേണ്ടിയാണ് നബിയെ എന്റെ മോനെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നതെന്ന് മഹദിയായ ഉമ്മു സുലൈം അർ-റുമൈസാ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം കൊണ്ടോ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ടോ സമയക്രമങ്ങളോ ടൈം ടേബിളിന്റെ ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മുടെ മദ്രസകളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാതിരുന്നാൽ നമ്മുടെ മദ്രസകളിൽ നിന്ന് കിട്ടുന്ന ഇൽമ് ഒരു ഇൽമ മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. സ്കൂളിൽ 1 മണിക്കൂർ ഇസ്ലാമിക് ഉണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂർ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്, അത് പഠിച്ചോട്ടെ. പക്ഷേ നമ്മുടെ മദ്രസ പഠനം അവർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. കാരണം മദ്രസകളിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാര വിശുദ്ധി സ്കൂളിൽ പോയാൽ കിട്ടില്ല. ആ ആത്മീയത നമുക്ക് നഷ്ടമായി പോകും നമ്മുടെ മക്കൾക്ക്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് സമയക്രമങ്ങൾ, നമ്മുടെ മാനേജ്മെന്റുകളാണെങ്കിൽ മദ്രസകളുടെ സമയക്രമങ്ങളുമായി കൂടിയാലോചിച്ച് നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ ചെന്ന് തന്നെ പഠിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാക്കണം. അനശ്വരങ്ങളെ ഏൽപ്പിക്കുന്ന ഉമ്മ, ഇത് മഹദിമാരുടെ മാതൃകയാണ്, ഉമ്മമാരുടെ മാതൃകയാണ്. എന്റെ മോൻ അനസിനെ ഞാൻ അങ്ങേക്ക് തന്നു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മുതലാളിയായ ഒരാൾ മഹദിയായ റുമൈസാ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നു. ആ മുതലാളിയുടെ പേരാണ് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻ. മദീനയിലെ മുതലാളിയാണ് റുമൈസാ ബീബി റളിയല്ലാഹു അൻഹ. നല്ല തറവാടുള്ള സൗന്ദര്യമുള്ള വിധവയായ പെണ്ണാണിപ്പോ. മഹദിയെ വിവാഹം ചെയ്യാൻ വേണ്ടി അറേബ്യയിലെ പ്രമുഖന്മാർ ആലോചിക്കുന്നുണ്ട്. അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിച്ചു, റുമൈസാ, ഉമ്മു സുലൈം, നിങ്ങൾ ഒറ്റക്കാണല്ലേ, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തോട്ടെ എന്ന് മഹദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. മഹദിയോട് ചോദിക്കുന്നു. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂ തുൽഹ, എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. അതിനൊരു തടസ്സമുണ്ട്. ചോദിച്ചു, എന്താണ് തടസ്സം?
ഉമ്മു സുലൈമേ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സ്വർണവും വെള്ളിയും ആഭരണം നൽകാം മഹറായിട്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് തടസ്സം? അല്ലല്ല, അതൊന്നുമല്ല, ഞാനൊരു മുസ്ലിമത്താണ്, നിങ്ങൾ കാഫിറുമാണ്, അവിശ്വാസിയാണ്. ഒരു മുസ്ലിമിനെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് എല്ലാവിധ ബഹുമാനത്തോടും കൂടെ സ്നേഹത്തോടെ ഞാൻ ഈ വിവാഹത്തിന്റെ പ്രപ്പോസൽ നിരസിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ല, അബൂ ത്വൽഹ തങ്ങൾ പറഞ്ഞു, റുമൈസാ, എന്റെ സമ്പത്ത് കൊണ്ടത് പരിഹരിച്ചുകൂടെ? പറ്റില്ല അബൂ ത്വൽഹ, ഇസ്ലാം സ്വീകരിക്കാതെ മുസ്ലിമായ ഒരാളെ അല്ലാതെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ ഞാൻ അത് ചെയ്യുന്ന നമ്മളെ തമ്മിലുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങളോ കാണുന്നത് പോലും വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ കടുത്തതാണ്. കാനത് ഫാഹിഷതൻ വസാഅ സബീലാ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തതാണ്. അതുകൊണ്ടത് പറ്റില്ല. റുമൈസാ, നിങ്ങൾക്ക് എന്ത് വേണോ ഈ ലോകത്ത് ഞാനത് തരാം. എനിക്കതൊന്നും വേണ്ട അബൂ ത്വൽഹ, നിങ്ങൾ ആരാധിക്കുന്നത് ബിംബമല്ലേ? അമാ തസ്തഹിയ അബാ ത്വൽഹ. ഒരു പെൺകുട്ടി പറയുന്ന മറുപടിയാണിത്. നമ്മുടെ പെൺമക്കൾ ഇത് ആലോചിക്കണം. സ്നേഹവും പ്രേമവും നടിച്ചു വരുന്ന ആളുകളെ കണ്ണും കാതും നോക്കാതെ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹ പരിലാലനകൾ കിട്ടിയ വർഷങ്ങളുടെ സ്നേഹസ്പർശങ്ങൾ നോക്കാതെ കണ്ടവരുടെ കൂടെ ഇറങ്ങിയോടുന്ന മക്കൾ റുമൈസാ ബീവിയെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. റുമൈസാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ ത്വൽഹ, നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? അൻ തഅബുദ ഖശബതൻ, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബത്തെയല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്? നബതത് മിനൽ അർളി, ഭൂമിയിൽ നിന്നുണ്ടായ ഒരു മരം. സുമ്മ നഹതഹാ ഹബ്ശിയു ബനി ഫുലാൻ, എന്നിട്ട് എത്യോപ്യക്കാരനായ ഏതോ ആശാരി ഏതോ ദൈവത്തിന്റെ രൂപം കൊത്തിവെച്ച് നിങ്ങളുടെ മുമ്പിൽ മൂർത്തിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അബൂ ത്വൽഹ, അത് ആരാധിക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ? കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത എന്നാൽ കണ്ണുകളെ പടച്ചവനായ അനന്തമായ ലോകത്തിന്റെ സൃഷ്ടാവ്, കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത എന്നാൽ കണ്ണുകളെ മനസ്സുകളെ നിയന്ത്രിക്കുന്നവനായ അല്ലാഹു, അവനെയല്ലേ പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയത്? അവനെയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത്? നമ്മുടെ നാട്ടിൽ ഇസ്മാഈൽ അലൈഹിസ്സലാം ആ അല്ലാഹുവിനെയല്ലേ പരിചയപ്പെടുത്തിയത്? ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. അബൂ ത്വൽഹക്ക് മതം വിടാൻ കഴിയില്ല. അബൂ ത്വൽഹ പറഞ്ഞു, ഞാൻ ആ ബിംബത്തെ പൂജിച്ചു നിൽക്കാം, എന്നാലും നിങ്ങൾക്ക് ഞാൻ മഹർ തന്നാൽ പോരെ? എന്റെ മഹർ സ്വർണമല്ല. നിങ്ങൾക്ക് എനിക്ക് മഹർ തരാൻ കഴിയുമെങ്കിൽ ഞാനൊരു ഡിമാൻഡ് ചെയ്യാം, നിങ്ങളുടെ മഹർ ഇസ്ലാമായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ മനുഷ്യന്റെ അടിമയാവരുത്, സൃഷ്ടികളുടെ അടിമയാവരുത്, സൃഷ്ടാവിന്റെ അടിമയാകണം. അങ്ങനെ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കാര്യം ബോധിക്കുകയും ദിവസങ്ങളെടുത്തു. പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പഠിച്ചു. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബീവിയോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതൊരു പ്രേമത്തെ ചൊല്ലിയുള്ള വിശ്വാസമല്ല, ഇത് വെറുതെ ഒരു പ്രേമം നടിച്ച് വിവാഹത്തിന് വേണ്ടിയുള്ള ഇസ്ലാം ആശ്ലേഷണമല്ല. അള്ളാഹുവിനെ പറ്റി പഠിച്ചു വന്ന ആളാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. എങ്ങനെ മനസ്സിലാവും? വഴിയെ അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടു നോക്കൂ. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ മഹദിയായ ഉമ്മു സുലൈം എന്ന തറവാടുള്ള അതീവ സുന്ദരിയായിരുന്ന മഹദി വിവാഹം ചെയ്ത മഹർ ഇസ്ലാമായിരുന്നു. സ്വഹാബിമാർ പറയും, വല്ലാഹി മാ നഅലമു മഹറൻ ഫിൽ ഇസ്ലാമി കാന ഖൈറൻ മിൻ മഹരി ഉമ്മി സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മഹറിനോളം ഖൈറായ ഒരു മഹർ മുസ്ലിം ലോകത്ത് നൽകപ്പെട്ടത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് സ്വഹാബിമാർ. മഹർ തന്നെ ഇസ്ലാമാണ്. എന്റെ ഭർത്താവിന്റെ ഇസ്ലാം മഹറായി വിവാഹം ചെയ്യപ്പെട്ട മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പ്രേമത്തിന്റെ വിശ്വാസമല്ലാതെ ഇത് ലൗ ജിഹാദല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ
ഹബീബിനെയും ഇസ്ലാമിനെയും പഠിച്ചുകൊണ്ടുവന്ന വരവാണ്. ഇത് അല്ലാഹുവിനെ പറ്റി പഠിച്ചറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. മഹാനായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലസൗതു അബീ ത്വൽഹത ഫീ ജൈശിൻ ഖൈറും മിൻ ഫിഅത്തിൻ തുർഇബുൽ അഅദാ. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഒരു സംഘം ആളുകളുടെ സാന്നിധ്യമാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കൊണ്ട് മാത്രം ഉണ്ടാവുന്നത്. അബൂ ത്വൽഹ തങ്ങളുടെ ശബ്ദം ഒരു സംഘം ആളുകളുടെ സ്ഥാനത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ഹബീബായ നബി തങ്ങളെയും സ്വഹാബികളെയും കടന്ന് വളഞ്ഞാക്രമിച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ലല്ലോ. ജബലുർ റുമാത്തിന്റെ പർവതത്തിന്റെ പിറകിലൂടെ വന്ന് ഹബീബായ നബി തങ്ങളെ ടാർഗറ്റ് ചെയ്തു വന്നപ്പോ കൂടെയുള്ള സ്വഹാബിമാർ പിന്തിരിഞ്ഞോടിയപ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവാണ് ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നത്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ നേരെ ബാക്കിൽ നിൽക്കണം. നബിയേ, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ കഴുത്തിന്റെ മുന്നിൽ എന്റെ കഴുത്തുണ്ട്. അങ്ങയുടെ കഴുത്തിലേക്ക് വരുന്ന അമ്പുകൾ എന്റെ കഴുത്തിൽ തറച്ചിട്ടേ നബി അങ്ങേക്ക് വരാവൂ. അങ്ങന്റെ നേരെ പിറകിൽ നിൽക്കണമെന്ന് പറഞ്ഞ് 80ഓളം അമ്പുകൾ ദേഹത്ത് തറച്ച് അനങ്ങാതെ ഹബീബിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്ത സ്വഹാബിയാണ് അബൂ ത്വൽഹ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ത്യാഗം മുഅ്മിനെ! ഹബീബായ നബി തങ്ങളെ സ്വഹാബിമാർ ഒരുപാട് ആളുകൾ പിന്നീട് ഓടി വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നെ നോക്കല്ലേ, ഇതാ ഇതാ ദൂനകും മഖാകും ഫഖദ് ഔജബ്. നിങ്ങളുടെ കൂട്ടുകാരൻ അബൂ ത്വൽഹയെ നോക്കണേ. അബൂ ത്വൽഹക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. അബൂ ത്വൽഹയെ നോക്കണേ, എന്നെ നോക്കണ്ട. ചെന്ന് നോക്കുമ്പോൾ 80ഓളം മുറിവുകളുമായി കിടക്കുകയാണ് ഹബീബിന്റെ സ്വഹാബിയായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റാൻ വളരെ വളരെ മുന്നോട്ട് വന്ന ഹബീബിനെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ അബൂ ത്വൽഹ തങ്ങളും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും. ദീനിനോടുള്ള സ്നേഹം ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും ഒരു പാട്ട് പാടുമായിരുന്നു. ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം, ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം ഒരു പരലോകമുണ്ടല്ലോ, അൻസ്വാരികളെയും മുഹാജിറുകളെയും സഹായിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചുകൊണ്ടൊരു പാട്ടുപാടുമായിരുന്നു. ആ ഖന്തഖ് നടക്കുമ്പോ സ്വഹാബിമാരിൽ 10 പേർക്ക് 4 മീറ്റർ കുഴിക്കാനാണ് നബി തങ്ങൾ കൊടുത്തത്. 10 സ്വഹാബിമാർ കൂടി 4 മീറ്റർ സ്ഥാനം കുഴിക്കണം. തങ്ങൾ പറഞ്ഞു, ഇവിടെയാണ് മണ്ണ് കൊണ്ടുപോയിടേണ്ടത്. ഒരു പൊട്ടിക്കാൻ കഴിയാത്ത പാറ കിട്ടിയാൽ എന്തു ചെയ്യണം? എല്ലാം പറഞ്ഞു കൊടുത്തു. ആ യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തത് പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ശബ്ദം കേൾക്കുന്നു. മഹാനവറുടെ മനസ്സിൽ സങ്കടം വരുന്നു. മഹാൻ പറഞ്ഞു ബീവിയോട്, ഭാര്യയോട്, ഉമ്മു സുലൈം ബീവിയോട്, ഉമ്മു സുലൈമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം വളരെ ദുർബലമാണ്. ഹബീബിന് വിശക്കുന്നുണ്ട്. ഉമ്മു സുലൈം, ഭക്ഷണമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ഭക്ഷണം കഴിക്കാതെ വയറിന് ഭാരം കിട്ടാൻ 2 കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്ന് ഹദീസിലുണ്ടല്ലോ. ഇമാം ബുസീരി ബുർദയിൽ പറയുന്നുണ്ട്, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الحجارة كشحا مطرف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وشد من سغب أحشاءه وطوى تحت الحجارة كشحا مطرف الأدم. ഇമാം ബുസൂരി ഈജിപ്തുകാരനാണ്.
ഇമാം ബൂസൂരി അന്ത്യവിശ്രമം കൊള്ളുന്നത് അലക്സാൻഡ്രിയയിലാണ്. മഹാനായ അല്ലാമ അബുൽ അബ്ബാസ് അൽ മിർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമിന്റെ തൊട്ടരികത്ത് ഇമാമുന ബൂസൂരി തങ്ങളുണ്ട്. രണ്ടുപേരുടെ മഖാമും ചേർന്ന് വലിയ മനോഹരമായ പഴയ രണ്ട് പള്ളികളുണ്ട് അവിടെ. ഇമാം ബൂസൂരി തങ്ങളെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. ഇമാമുൽ ബൂസൂരി തങ്ങൾ അസുഖം വന്ന് ആ അസുഖം ശിഫയാവാൻ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് ഗാനം മഹാനവറുകൾ നദർ ചെയ്യുകയും ആ കാവ്യാലാപനം കഴിഞ്ഞതിന് ശേഷം തന്റെ അസുഖം മാറുകയും ചെയ്തതിന്റെ പേരിൽ അതിന് ബുർഉദ്ദാ അസുഖം മാറാൻ ഇടയായ മദ്ഹ് ഗാനം എന്ന് പേര് വെച്ചതാണ് ബുർദയായി മാറിയത് എന്ന് ചരിത്രം പറയുന്നു. ഇമാമുന ബൂസൂരി വശദ്ദ മിൻ സഗബിൻ ഹബീബായ നബി തങ്ങൾ വിശപ്പ് കൊണ്ട് കെട്ടിയിട്ടുണ്ടല്ലോ. അവിടുത്തെ അടിവയറിന്റെ മേൽ ഹബീബായ നബി തങ്ങൾ പിടിച്ചു വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ടല്ലോ. തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ അദമി വളരെ മിനുമിനുത്ത ശരീരമുള്ള ഹബീബിന്റെ പരിശുദ്ധമായ നാഭിയിൽ കല്ല് വെച്ച് കെട്ടിയല്ലോ നബിയെ അങ്ങ്. ആ സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ചെന്ന് പറയുന്നു, വിവാഹം കഴിഞ്ഞത് ഇസ്ലാം മഹറായിട്ട് മഹദിയോട് അബൂ തുൽഹ തങ്ങൾ പറയുന്നു, ഉമ്മു സുലൈം ഹബീബിന്റെ ശബ്ദം വളരെ വളരെ ദുർബലമാണ്, ഹബീബിന് വിശക്കുന്നു എന്ന് തോന്നുന്ന ഉമ്മു സുലൈം ഭക്ഷണമുണ്ടോ? 2 റൊട്ടിയുണ്ട് ഭർത്താവേ, 2 റൊട്ടിയുണ്ട്. ആ റൊട്ടിയിൽ നമുക്ക് വെണ്ണയോ പാൽക്കട്ടിയോ ചേർത്ത് കൊടുക്കാം, ഹബീബിന് ഭക്ഷണം കൊടുക്കാം. മോൻ അനസിനെ വിളിച്ചു റളിയല്ലാഹു അൻഹുവിനെ, അനസേ ആ ഖുബൂസിന്റെ കഷ്ണങ്ങൾ ചീന്തി പെറുക്കിച്ച് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അതിൽ വെണ്ണ അല്പം ഉണ്ടായിരുന്നത് ചേർത്ത് വെച്ചു കൊടുത്ത്, ഇത് റസൂലുള്ളാഹി കൊണ്ടുപോയി കൊടുക്കണേ അനസേ, ഹബീബിനോട് പറയണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ ബഅസത് ബിഹി ഇലൈക ഉമ്മു സുലൈം, ഇത് ഉമ്മു സുലൈം അങ്ങേക്ക് കൊണ്ടുവന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ മോനെ പറയണം, ഇത് ഉമ്മു സുലൈമിന്റെ വകയാണ്, ഇത് വളരെ ചെറുതാണ് നബിയെ, ഞങ്ങൾക്ക് ഇത്രയല്ലേ ചെയ്തു തരാൻ കഴിയൂ. നോക്കണം, ആ ഭക്ഷണം നബി ഒറ്റക്ക് കഴിച്ചോ? ആ ഭക്ഷണം നബി ഒറ്റക്ക് തിന്നോ? ഇല്ല. ഹബീബായ നബി തങ്ങൾ ചെയ്തത് മുഴുവൻ അൻസ്വാരികളെയും മുഹാജിറുകളെയും വിളിച്ചു, യാ അയ്യുഹന്നാസ് ഹലുമു ഇലൽ ഗദാ, നമുക്ക് ഉച്ചഭക്ഷണമുണ്ട്, നമുക്ക് ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ഉച്ചഭക്ഷണമുണ്ട്, വരിൻ എല്ലാവരും വരിൻ. ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സംഭവം. ഉമ്മു സുലൈം ബീവിയുടെ വീട്ടിലേക്ക് ഒരാൾക്കുള്ള ഭക്ഷണം നബി തങ്ങൾ 300 പേരെ വിളിച്ചു. 300 പേർ, ഖന്തക്കിൽ ജോലി ചെയ്യുന്ന 300ഓളം വരുന്ന സ്വഹാബിമാർ സഫായ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മഹാനായ അബൂ തുൽഹ തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഉമ്മു സുലൈം ബീവിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അവര് പറഞ്ഞു, അബൂ തുൽഹ, നബി തങ്ങളെങ്ങാനും തങ്ങളായിട്ട് വിളിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിനൊരു പരിഹാരം ഹബീബ് കണ്ടിരിക്കും. വീട്ടിലേക്ക് വരികയും ആ ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഭക്ഷണത്തിലേക്ക് നോക്കി തങ്ങൾ ഒരു ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. എന്തൊരു വലിയ പ്രാർത്ഥന! ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നവർക്ക്, ഭക്ഷണം നൽകുന്നവർക്ക് അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണേ എന്ന് ദുആ ചെയ്തത്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ രസകരമായൊരു സംഭവമുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോ തന്റെ 2-3 കൂട്ടുകാർ കൂടെയുണ്ട്. 2 കൂട്ടുകാർ, മിഖ്ദാദ് എന്നവരടക്കം 3, അവർക്ക് ഭക്ഷണമില്ല മദീനയിൽ. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ ആ വീട്ടുകാർക്ക് വേണ്ടി ചെറിയൊരു ദുആ, അല്ലാഹുവേ ഇവർക്ക് ബറക്കത്ത് ചെയ്യണമേ, ചെറിയ ഒരു ദുആ നമ്മൾ ചെയ്യണം. അത് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴോ എണീക്കുമ്പോഴോ ഇറങ്ങുമ്പോഴോ എപ്പോഴായാലും കുഴപ്പമില്ല, അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിഖ്ദാദ് എന്നവരെ അത്ഭുതകരമായ സംഭവം.
അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഭക്ഷണമില്ല. ഞങ്ങൾ ഇങ്ങനെ മദീന ഊര് ചുറ്റുമ്പോ എവിടെ പോകും ആരോട് ചോദിക്കും, ആർക്കും തരാൻ അവിടെ കൈകളിലില്ല. അങ്ങനെ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തെത്തി. നബിയേ, ഞാൻ മിഖ്ദാദ് നബിയെ, അങ്ങയുടെ സ്വഹാബി, ഇതെന്റെ 2 കൂട്ടുകാർ, ഞങ്ങൾ 3 ആളും വിശന്ന് നടക്കുകയാണ് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല. തങ്ങൾ പറഞ്ഞു, അതിനെന്താ, എന്റെ കൂടെ കൂടിക്കോ, എന്റെ ഭക്ഷണം ഞാൻ നിങ്ങൾക്കും തരാം. നമ്മൾ 4 പേരും ഒരുമിച്ച് ഈ പള്ളിയിൽ താമസിക്കും. യാ അല്ലാഹ്, പള്ളിയിൽ താമസിക്കുന്നു. 3 ആടുകളുണ്ട് ഹബീബായ നബി തങ്ങൾക്ക് അവിടെ ആരോ ഹദിയയായി കൊണ്ടുകൊടുത്തത്. തങ്ങൾ പറഞ്ഞു, ഈ ആടിന്റെ പാല് 3 ആടിന്റെ പാലും കറന്ന് നമുക്ക് ഒരു ദിവസം നമ്മൾ 4 പേർക്ക് കുടിക്കാം. സന്തോഷമായി മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഒരു ദിവസം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4-5 ദിവസമായി. ഹബീബായ നബി തങ്ങൾക്ക് രാത്രി ഞങ്ങൾ ഓരോരുത്തർക്കും 1 കപ്പ് പാല് കുടിക്കാനുണ്ടാകും. അത് കുടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അന്നൊരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ വരാൻ നേരമായി. എന്റെ 2 കൂട്ടുകാരും അവരവരുടെ ഓരോ കപ്പ് പാല് കുടിച്ചു. ഞാൻ എന്റേതും കുടിച്ചു. ഇനി 1 കപ്പ് അവിടെ ബാക്കിയുണ്ട്. ആ കപ്പിലേക്ക് ഇങ്ങനെ വിശക്കുന്ന കണ്ണുമായി ഞാനിങ്ങനെ നോക്കിയപ്പോ എന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് കയറി വന്നു. എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടാകും, നബിക്ക് ഈ പാൽ ആവശ്യമുണ്ടാവില്ല, നീ അങ്ങ് കുടിച്ചേക്ക് എന്ന് ഇബ്ലീസ് എന്നോട് പറഞ്ഞു. ഞാൻ ആ കപ്പെടുത്ത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വറക്കാൻ തുടങ്ങി. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും വരികയും പാല് ഹബീബിന് വേണമെന്നിരിക്കെ ഹബീബ് വിശന്നിട്ട് പാലിന്റെ പാത്രം എടുത്ത് നോക്കുമ്പോൾ എന്നും വെക്കുന്നിടത്ത് കാണാതിരിക്കുമ്പോൾ എനിക്കെതിരായി ഹബീബ് ദുആ ഇറക്കുമോ? 1 കപ്പ് പാല് കുടിച്ചതിന്റെ പേരിൽ എന്റെ ദുന്യാവും ആഖിറവും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് കഴിയുകയാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ റഹ്മത്താണ് ഈ വരുന്നത്, ലോകത്തിന്റെ കരുണയാണ് ഈ വരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാനൊരു പുതപ്പെടുത്തൊരു കിടത്തങ്ങട് കടന്നു. എന്റെ 2 കൂട്ടുകാരും ഉറങ്ങുന്നുണ്ട്. അവരുടെ കൂർക്കം വലി ഞാൻ കേൾക്കുന്നു. എനിക്കുറക്കം വരുന്നില്ല. എനിക്കൊരു പുതപ്പുണ്ട്. കാല് മറച്ചാൽ തല പുറത്ത്, തല മറച്ചാൽ കാല് പുറത്ത്. ഞാൻ എന്റെ തല മറച്ചൊരു കിടത്തം കിടന്നു. ഉറങ്ങിയ പോലെ പാല് കുടിച്ചതോ ഇല്ലാത്തതോ നബിയോട് പറയരുത് എന്ന് വിചാരിച്ച് കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ഇങ്ങനെ അറിഞ്ഞു നബി തങ്ങൾ വന്നത്. ഫസല്ലമ, നബി തങ്ങൾ സലാം പറഞ്ഞു. എങ്ങനെയെന്ന് ആ സലാമിന്റെ പ്രത്യേകത ഉണ്ട്. ഉറങ്ങുന്ന ആളെ ഉണർത്തില്ല, എന്നാൽ ഉണർന്ന ആൾക്ക് കേൾക്കാനും കഴിയും. അങ്ങനത്തെ ഗൾഫിലൊക്കെ ബാച്ചലർ റൂമിൽ അങ്ങനത്തെ സലാമ പറയേണ്ടത് അല്ലെ. ചിലപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു നേരത്തെ ഒന്ന് കിടക്കുന്നുണ്ടാവും. ഉറങ്ങുന്നവരെ ഉണർത്താതെയും ഉണരുന്ന ഒരാൾക്ക് കേൾക്കാൻ കഴിയാതെയും കേൾക്കാൻ കഴിയുന്ന വിധം ഉറങ്ങുന്ന ആളെ ഉണർത്താതെയും ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധം നബിതങ്ങൾ സലാം പറഞ്ഞു. ഞാൻ മിണ്ടാണ്ടിരുന്നു, കാരണം ഉറങ്ങിയ പോലെ കളിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. പാത്രത്തിന്റെ മൂടി നബിതങ്ങൾ പൊക്കി നോക്കുന്ന ശബ്ദം ഞാൻ അറിഞ്ഞു. അതിനുള്ളിൽ പാലില്ല. അത് ഞാൻ കുടിച്ച് കിടക്കുകയാണെന്ന് പറയാനൊക്കുമോ? ഞാൻ തല താഴ്ത്തി നാണിച്ച് ലജ്ജിച്ച് കണ്ണുമൂടി കിടക്കുന്നു. ഇപ്പോൾ എനിക്കെതിരെ നബി ദുആ ഇറക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ എന്നോട് എന്തെങ്കിലും പറയുന്നതിന് ചോദിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ ഒരു ദുആയിരുന്നു. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക്, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് നീ ഭക്ഷണം നൽകണേ. എനിക്ക് കുടിക്കാൻ നൽകുന്നവർക്ക് നീ നിന്റെ പാനീയം കുടിപ്പിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ അടുക്കളയിൽ കാലിപ്പാത്രം നോക്കി ഒരു ദുആ. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ഭക്ഷണം കിട്ടിയാലേ ദ്വാരക്കുള്ളൂ. കാലിപ്പാത്രത്തിലേക്ക് നോക്കി നബി തങ്ങൾ ദ്വായിരുന്നപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ചാടി ഒരു എഴുന്നേൽക്കല്. നബിയെ പൊറുക്കണേ നബിയെ, ഞാനാണത് കുടിച്ചത്. ഈ ദുഷ്ടനാണ് നബിയെ കുടിച്ചു പോയത്. ഇബ്ലീസ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു നബിയെ. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ വാവിട്ടൊന്ന് ഉറക്കത്തിൽ നബിയോട് ഉച്ചത്തിൽ പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ടില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് മൂർച്ചയുള്ള കത്തിയും നോക്കി ഒരു പോക്കാണ് പുറത്തേക്ക്. അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊടുത്തവർക്ക് അല്ലാഹുവേ നീ ഭക്ഷണം കൊടുക്കണമെന്നല്ലേ ദുആ. ആ കൂലി എനിക്ക് വേണം. പാല്, ആടിന് പാലുണ്ടാവില്ല, പാല് രാത്രി കറന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരാടിനെ അറുത്ത് ഹബീബായ നബി തങ്ങൾക്ക്
നിങ്ങൾക്ക് തീ വെച്ച് ഹബീബിന് വേവിച്ച് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഈ രാത്രി. അതിനാണ് ആ പോക്ക്. തങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ എങ്ങോട്ട്? ഇപ്പൊ വരെ നബിയെ. നോക്കുമ്പോൾ ആടിന്റെ അകിടുകൾ നോക്കുമ്പോൾ 3 ആടിന്റെ അകിടിലും നിറയെ പാല് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാറില്ല. മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഇതൊരു അത്ഭുതമാണ്. ഞാൻ ഹബീബിന്റെ അഹ്ലുബൈത്തിന് വീട്ടുകാരെല്ലാവരും ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട വലിയ ഒരു പാത്രമുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ഞാൻ ആ വലിയ പാത്രം കൊണ്ടുവന്ന് പാല് കറന്നു. ആ പാലിന്റെ പാലിന്റെ നുരങ്ങ് പൊങ്ങി വന്നു. ആ വലിയ പാത്രം നിറയെ പാല് ഞാൻ ഹബീബിനെ കൊണ്ടുപോയി കൊടുത്തു. പറഞ്ഞു, നബിയേ ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിച്ചോളൂ നബിയേ. ഹബീബിന്റെ പാല് കുടിച്ച കഥ എപ്പോഴും മഹാൻ പറഞ്ഞിട്ടില്ല. പറയാൻ മുട്ടി വന്നു, പക്ഷേ മിണ്ടിയില്ല. കുടിക്കും നബിയെ പാല്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ട നബിയെ, നിങ്ങൾ കുടിക്കിൻ. ഞങ്ങൾ കുടിച്ചു. ഇശ്റബ് യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ഒന്നുകൂടെ കുടിക്കിൻ. ഞങ്ങൾ കുറച്ചുകൂടെ കുടിച്ചു. വീണ്ടും പറഞ്ഞു, ഇനി എനിക്ക് വേണ്ട മിഖ്ദാദ്. ഇത് പറഞ്ഞപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു കരിമ്പടമാണ് അരമുണ്ടായെടുത്തത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുന്നിൽ മണ്ണിലങ്ങ് ഉരുണ്ടൊരു കളി കളിച്ചപ്പോ ചിരിച്ചുകൊണ്ടങ്ങോട്ട് ഉരുണ്ട് വീണപ്പോ നബി തങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ ഔറത്ത് കണ്ടുപോകും. മിഖ്ദാദേ എന്തിനാണ് ഈ ഉരുളുന്നത്? പൊന്നാര നബിയേ, അങ്ങയുടെ പാല് കുടിച്ച വീരനാണ് നബിയെ ഞാൻ. അങ്ങനെക്കെതിരെ ദുആ ചെയ്യുമോ എന്ന് പേടിച്ച് ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു നബിയെ. സംഗതി ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ അതിന് പാലുണ്ടായി, അങ്ങ് കുടിച്ചു. ഹബീബേ, അങ്ങേക്ക് ഭക്ഷണം നൽകിയവർക്ക് അള്ളാഹു ഭക്ഷണം നൽകുമെന്ന് അങ്ങ് ദുആയിരുന്നല്ലോ. അതുകൊണ്ട് ആ ദുആ കിട്ടാനാണ് ഞാൻ ഇപ്പൊ എണീറ്റ് വന്നത് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, എന്നാൽ ഇത്രയും പാല് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഉറങ്ങുന്ന 2 കൂട്ടുകാരെയും വിളിച്ചു ായിരുന്നു. വേണ്ട നബിയെ, എനിക്ക് ആ കൂലി കിട്ടിയല്ലോ, ഇനി മതി നബിയെ, അവർക്കത് കിട്ടണമെന്നില്ല, എനിക്കത് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂട്ടുകാരന്റെ ഈ തമാശ കണ്ട് ചിരിച്ച് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, എന്റെ മിഖ്ദാദിന് നീ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുക്കണമേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ രീതിയാണത്. മുത്തുനബി തങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തവർ. ഹബീബായ നബി തങ്ങൾ എതിരെ ദുആ ഇറക്കുമോ എന്ന് പേടിച്ചിരുന്നപ്പോൾ അനുകൂലമായ പ്രാർത്ഥന കിട്ടിയ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ ഭക്ഷണത്തിലെ ബറക്കത്തിന് വേണ്ടി ദുആ ഇറക്കുകയാണ് ഇവിടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറിച്ചു വെച്ച അല്ലെങ്കിൽ ചീന്തി വെച്ച കൊച്ചു കൊച്ചു റൊട്ടിയുടെ കഷ്ണങ്ങൾ വെണ്ണയുടെ നനവിലായി ഹബീബായ നബി തങ്ങൾ 10 പേര് 300 ആളുകൾ ആ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണം തീർന്നിരുന്നില്ല എന്ന് മഹദിയായ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഉമ്മു സുലൈം അർ-റുമൈസാ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി തങ്ങൾക്ക് വിരുന്നൊഴുക്കിയ മഹത്തുക്കളാണിവർ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ സമർപ്പിച്ച മഹദിയാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് വന്ന് ഉമ്മു സുലൈം ബീവി ചോദിച്ചു, നബിയേ, അങ്ങയോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നബിയേ. ഇന്നലി ഇലൈക ഹാജ, ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട് നബിയേ. എന്താണുമ്മ? എന്താണ് ഉമ്മു സുലൈം? പറഞ്ഞു, നിങ്ങളുടെ ഖാദിമായ അനസ് ഉദ്ഉല്ലാഹ ലഹു യാ റസൂലല്ലാഹ്, എന്റെ മോന് വേണ്ടി അങ്ങൊന്ന് ദുആ ഇറക്കണേ. നമ്മളൊക്കെ മക്കള് നന്നാവാൻ ആഗ്രഹിക്കുന്നവരാണ്, മക്കള് സ്വാലിഹീങ്ങളാവണമെന്ന് കൊതിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ജീവിച്ചിരിപ്പുള്ള മഹാന്മാരായ ആലിമീങ്ങൾ അവരുടെ അരികത്ത് കൊണ്ടുപോയി മക്കൾക്ക് വേണ്ടി സ്വലാഹ് നന്മയ്ക്ക് വേണ്ടി അവരുടെ മഹാന്മാരുടെ കൈവച്ച് തലയിൽ കൈവച്ച് ദുആ ഇരിപ്പിക്കണം. ആ ദുആ അവരുടെ ജീവിതത്തിൽ വലിയ ഫലമുണ്ടാക്കും. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമ അല്ലാഹു നൽകട്ടെ. എത്രയോ മഹാന്മാർ, കോഴിക്കോടാണ് മഹാനായ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ
വലിയ ആബിദും വലിയുമായ അള്ളാഹുവിന്റെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, മഹാനായ വാവാട് ഉസ്താദ്, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വലിയ ദൂരത്തല്ലാതെ നമ്മുടെ തൊട്ടരികത്താണ്. മഹാനായ ഏലംകുളം ബാപ്പു മുസ്ലിയാർ, പെരിന്തൽമണ്ണയില്ല, വലിയ ദൂരമൊന്നുമില്ല. കുറച്ചും കൂടെ കണ്ണൂരുകാർക്കാണെങ്കിൽ മഹാനായ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, അധികം ദൂരമല്ല. സമസ്തയുടെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങള് കൊണ്ടോട്ടി പരിസരത്താണ്, നമ്മുടെ അരികത്താണ്. എത്രയോ പ്രഗത്ഭരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാരും ഒരുപാട് വേറെയും കബീലകളിലുള്ള സയ്യിദന്മാർ, നമ്മുടെ പരിസരങ്ങളിലുള്ള സ്വാലിഹീങ്ങളായ ആളുകളെ എപ്പോഴെങ്കിലും നമ്മുടെ കൊച്ചുമക്കളെ, നമ്മുടെ മക്കളെ കൂടെ കൂട്ടാൻ കഴിയുന്നവരെ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടി ഒന്ന് ദുആ ഇരപ്പിക്കണേ, എന്റെ മക്കള് സ്വാലിഹീങ്ങളാവാൻ ദുആ ഇരക്കണേ എന്ന് വസിയത്ത് ചെയ്യണം. അത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. സ്വഹാബിമാർ ചെയ്തിരുന്ന പണിയാണത്. ഉമ്മു സുലൈം ബീവി പറഞ്ഞു, നബിയേ, എന്റെ മോൻ അനസിന് വേണ്ടി അങ്ങൊന്ന് ദുആ ഇരന്ന് കൊടുക്കണം. അത് മോനെ അവിടെ കൊണ്ടെന്നാക്കി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധങ്ങളായ കൈ ഉയർത്തുകയും ദുആ ഇരക്കുകയും ചെയ്തു. അല്ലാഹുമ്മ അതുൽ ഉംറഹു വഅഹ്സിൻ അമലഹു വഅക്തിർ മാലഹു വവലദഹു. അല്ലാഹുവേ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ അതുൽ ഉംറഹു, അനസിന് ആയുസ് ഒരുപാട് കൊടുക്കണേ റബ്ബേ. വഅഹ്സിൻ അമലഹു, എന്റെ അനസ് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാക്കണേ അല്ലാ. ഒരുപാട് ആയുസ്സുണ്ടായി പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആയുസ് കൊണ്ട് എന്ത് കാര്യം? എന്റെ മോൻ അനസിന് നീ സൽക്കർമ്മം ചെയ്യാൻ അവസരം നൽകണേ. വഅക്സിർ മാലഹു വവലദഹു, അനസിന്റെ സമ്പത്തും അനസിന്റെ മക്കളിലും നീ ബറക്കത്തിന് കൊടുക്കണമേ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ മകൾ അമീന എന്ന എന്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് 100-ലേറെ വയസ്സ് പ്രായമായി, ഒരുപാട് പേരക്കുട്ടികൾ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ മുമ്പ് 120 മക്കളും പേരക്കുട്ടികളുമായി ആ മഹാന്റെ ജീവിതകാലത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മഹാന്റെ പ്രിയപ്പെട്ട മോള് അമീന ബിൻതു അനസ് റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് അമീന ബീവി പറയുന്നു, 120ഓളം മക്കളും പേരക്കുട്ടികളുമായുള്ള വലിയ ഒരു കുടുംബത്തിന്റെ അധിപനായി, ഒരുപാട് ആയുസ്സുണ്ടായി, സമ്പത്തുണ്ടായി, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മഹാനായ സ്വഹാബിയാണ്. അത് ഹബീബ് അന്ന് ദുആ ചെയ്തൊരു ദുആയാണ്. അല്ലാഹുമ്മ അതുൽ ഉംറഹു വഅഹ്സിൻ അമലഹു വഅക്തിർ മാലഹു വവലദഹു. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മയും ബാപ്പയും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നാണ്. ഉമ്മമാർ ഒരിക്കലും മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. ഉപ്പമാർ മക്കൾക്കെതിരായി ദുആ ചെയ്തു പോകരുത്. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയം മക്കൾ ചെയ്ത ഏതെങ്കിലും കുരുത്തക്കേട് കണ്ടിട്ടോ, ഏതെങ്കിലും വെറുപ്പിക്കുന്ന സ്വഭാവം ചെയ്തതിന്റെ പേരിലോ മക്കൾക്ക് വേണ്ടി എങ്ങാനും കേടായി ദുആ ചെയ്താൽ ചില സന്ദർഭങ്ങൾ അല്ലാഹു ഇജാബത്തുമായി യോജിച്ചു വന്നാൽ ആ മക്കൾക്ക് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത പരാജയം സംഭവിക്കും എന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയും, ഒരാളും മക്കൾക്ക് എതിരായി ദുആ ഇരക്കരുതേ. അവരിൽ നിന്ന് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ, വെറുപ്പ് തോന്നുമ്പോൾ അവർക്കെതിരായി പ്രാർത്ഥിച്ചു പോകരുതേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാം മഹറായി വിവാഹം ചെയ്ത അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അവർക്കൊരു കൊച്ചു മോനുണ്ട്. അത് ഉമ്മു സുലൈമിന് ജനിച്ച മോൻ. ഉമ്മു സുലൈം എന്നവർക്കൊരു മോനുണ്ട്, അതാണ് അനസ്. പക്ഷെ അനസ് എന്നവരുടെ ഉപ്പയല്ല അബൂ തുൽഹ തങ്ങൾ. അനസ് എന്നവരുടെ ഉപ്പ കഅബ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു അല്ല. കഅബ് ഇബ്നു നദർ അദ്ദേഹം മുസ്ലിം ആയില്ലല്ലോ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഭർത്താവാണ് അബൂ തുൽഹ. തനിക്ക് ഉമ്മയൊത്ത മറ്റൊരു സഹോദരൻ കൂടെയുണ്ട്, ചെറിയൊരു മോന്. ആ മോനെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു വല്ലാതെ സ്നേഹിക്കുമായിരുന്നു, വല്ലാണ്ട് ഇഷ്ടപ്പെടും, കൂടെ കൊണ്ടുപോകും, കൂടെ നടക്കും. ആ പിഞ്ചുമോൻ അസുഖമായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ പോകുമോ എന്ന് പേടിയുണ്ട്. പക്ഷേ മഹാനായ അബൂ തുൽഹ തങ്ങൾക്ക് യാത്ര പോകണം. യാത്ര പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഉമ്മു സുലൈമേ, കുഞ്ഞിന്റെ കാര്യം ശരിക്കും നോക്കണമേ.
യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞ് മരിച്ച വിവരം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാകാം. ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. പക്ഷേ അയൽവാസി പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ, എന്റെ ഭർത്താവ് വരുമ്പോൾ നിങ്ങളാരും എന്റെ ഭർത്താവിനോട് കുഞ്ഞ് മരിച്ച വിവരം പറയരുത്, അത് ഞാൻ പറഞ്ഞേക്കാം. ആ കുഞ്ഞിന്റെ മയ്യത്ത് റൂമിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭർത്താവ് വന്നു, അന്ന് ലൈറ്റ് ഇടാൻ കഴിയില്ലല്ലോ, റൂമുകളിൽ ബൾബില്ലല്ലോ, ലൈറ്റ് ഇല്ല. മോൻ എവിടെയാണ്? മോൻ റൂമിലുണ്ട്. എന്താ മോന്റെ അവസ്ഥ? മുമ്പത്തെ അവസ്ഥയെക്കാളും മകൻ ശാന്തമാണ് എന്ന് പറഞ്ഞു. ജീവല്ല എന്നാ ഉദ്ദേശിച്ചത്, ശാന്തമാണ്. ഭർത്താവ് വിചാരിച്ചു അസുഖം മാറിക്കാണുമെന്ന്. ഉറങ്ങല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ആ ഭർത്താവിന് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി വെച്ച ഒരു മഹതിയാണത്. നല്ല ഭക്ഷണമുണ്ടാക്കി വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തന്റെ ഭർത്താവിന്റെ കൂടെ അന്ന് രാത്രി അവർ ഒരുമിച്ച് ശയിക്കുകയും ചെയ്തു, ഒരുമിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. നേരം വെളുത്തപ്പോ തന്റെ ഭർത്താവിനോട് പറയുകയാണ്, ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നൊരു പെണ്ണിനെ നമുക്ക് കിട്ടുമോ മുഅ്മിനെ? നമ്മൾ ആലോചിച്ചു നോക്കി, ഈ ചരിത്രം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഭർത്താവിനോട് ചോദിച്ചു, അബൂ ത്വൽഹ, നമ്മുടെ അയൽവാസികളുടെ കഥ എന്താണ്, നിങ്ങൾ അറിഞ്ഞോ? എന്തു പറ്റി? നമ്മുടെ അയൽവാസികൾക്ക് ഒരു കൂട്ടരെ ഏതാനും ചില പാത്രങ്ങൾ വായ്പ കൊടുത്തപ്പോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു തരാതെയായപ്പോ അവര് തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ വായ്പയായി തന്ന സാധനങ്ങൾ എവിടെ? അത് തരില്ലെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അയൽവാസികൾ പറയാണ്, ഞങ്ങളത് കൊടുക്കില്ല എന്ന്. തങ്ങൾ പറഞ്ഞു, ബിസൽ ജാർ, എത്ര മോശപ്പെട്ട അയൽവാസികളാണിവര്. ഇങ്ങനെയുണ്ടോ അയൽവാസികളെ? വായ്പ തിരിച്ചു കൊടുക്കില്ല എന്ന്. ഇത് പറഞ്ഞപ്പോ സുലൈം റളിയല്ലാഹു അൻഹ കുഞ്ഞിന്റെ മരണം പറയാൻ ഒരു ആമുഖം കണ്ടെത്തിയതായിരുന്നു. അത് അള്ളാഹു നമുക്ക് വായ്പയായി നൽകിയ നമ്മുടെ മകനെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു. മോൻ മയ്യിത്തായി കിടക്കുകയാണ്. മോന്റെ ജനാസ കുളിപ്പിക്കണം, എടുക്കണം, മോനെ കൊണ്ടുപോകണം, മറവ് ചെയ്യണം. ഇത് പറഞ്ഞപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. സുബ്ഹി നേരത്താണ് ഈ പറയുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഭാര്യ അത്രമേൽ ക്ഷമയുള്ള ഒരു പെണ്ണ്, എങ്ങനെ കഴിയും മുഅ്മിനെ? ഒരു പെണ്ണിന് എങ്ങനെ കഴിയും ഇത്? ആണുങ്ങൾക്ക് കഴിയോ? ആണുങ്ങൾ കഴിയുമായിരിക്കാം. പെണ്ണുങ്ങൾക്ക് സ്വന്തം കുഞ്ഞ് ഒരു റൂമിൽ മരിച്ചു കിടക്കെ തന്റെ ഭർത്താവിനോട് ആ രാത്രി മുഴുവനും കുശലം പറയുകയും ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരൊരുമിച്ച് കിടക്കുകയും ചെയ്തിട്ട് രാവിലെയാണ് ഈ വിഷയം പറയുന്നത്. ഈ തന്റെ ഇടത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. റുമൈസ ബീവിക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, എന്റെ കുഞ്ഞ് മരണപ്പെട്ട വിവരം എന്നോട് പൂഴ്ത്തിവെച്ചു നബിയേ. ഉമ്മു സുലൈം, അവൾ നല്ലവളാണ്. അവൾ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവൾ എന്നെ സന്തോഷിപ്പിച്ചതാണ്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ മരണം എന്നെ അറിയിക്കാതെ രാവിലെ വരെ വീട്ടിൽ കൊണ്ടുപോയതിൽ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമമുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ഒരുമിച്ചല്ലേ കിടന്നുറങ്ങിയത്? അതേ നബിയേ, യാത്ര കഴിഞ്ഞു വന്നതാണ്, തന്റെ ഭാര്യയുടെ കൂടെ ശയിച്ചിട്ടുണ്ട്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിലെ ശയനത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ആ കിടത്തത്തിലായി നിങ്ങൾക്ക് നല്ല കുഞ്ഞുണ്ടാവട്ടെ എന്നാണ് ആ ദുആ ചെയ്തത്. ആ പ്രാർത്ഥന കൊണ്ട് ശമനം കണ്ട് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ പിഞ്ചോമനെ പൈതലിനെ കൊണ്ടുപോയി മറവ് ചെയ്തത് സ്വഹാബിയത്തുകളുടെ ജീവിതത്തിൽ ഇത്രമേൽ ക്ഷമയുടെ മാതൃക കാണിച്ചൊരു മഹദിയെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് മാതൃകയായ ഒരു സംഭവം സമാനമായത് കാണുക സാധ്യമല്ല. ആ അബ്ദുള്ള എന്ന കുഞ്ഞ് അള്ളാഹുവിന്റെ റസൂലാണ് പേര് വെച്ചത്. ആ കുഞ്ഞ് ജനിച്ചു. ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ട ആ രാത്രിയിൽ ആണ് ആ കുഞ്ഞിന്റെ ജനനത്തിന് കാരണമാകുന്നത്. അവിടെ നിന്നൊരു 10 മാസം കഴിഞ്ഞ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മറ്റൊരു പ്രസവം നടക്കുകയാണ്. ആ പ്രസവത്തിൽ ജനിച്ച കുഞ്ഞിനെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, അന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് ഓർമ്മയുണ്ടോ നബിയേ? നിങ്ങൾ ഇന്നലെ സന്തോഷം
സന്തോഷത്തോടെ ഒരുമിച്ചുറങ്ങിയില്ലേ, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞ ആ രാത്രിയിൽ ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞാണിത് നബിയെ, അങ്ങ് പേര് വെക്കണം. ഹബീബായ നബി ഞങ്ങൾ ആ കുഞ്ഞിന് പേര് വെച്ചു അബ്ദുല്ലാ. ആ അബ്ദുല്ലാ എന്ന കുഞ്ഞ് വലുതായി അവരുടെ മക്കൾ 9ഓളം വരുന്ന ഹാഫിദുമാർ, 9ഓളം വരുന്ന ആലിമീങ്ങൾ ആ അബ്ദുല്ലായുടെ പരമ്പരയിൽ ഉണ്ടായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അൻസ്വാരികൾ ഹദീസിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകുകയായിരുന്നു. ദഖൽതുൽ ജന്ന ദഖൽതുൽ ജന്ന ഫഇദാ ബിർറുമൈസാ ഇംറാതി അബീ തുൽഹ. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടേക്ക് എത്താൻ നമുക്കും തൗഫീഖ് നൽകട്ടെ, ക്ഷമയുള്ളവരാക്കി തരട്ടെ. ഭർത്താവിനെ പരിചരിക്കുകയും മക്കൾക്ക് തർബീത്ത് ചെയ്യുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ എത്ര വലിയ സൗഭാഗ്യവതികളാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെയും അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയെയും പോലെ കപ്പൽ കടന്ന മറ്റൊരു മഹദിയുണ്ട്. അത് ഹബീബത്തു റസൂലില്ലാഹി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായി മദീനയിലേക്ക് ചേരുന്ന ഹബീബായ നബി തങ്ങൾക്ക് ഭാര്യയായി വന്ന റംല എന്നറിയപ്പെടുന്ന റംല ബീവിയുടെ മറ്റൊരു പേരാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അത് മറ്റൊരു ചരിത്ര സംഭവം. നമ്മുടെ സമയം പരിമിതമാണ്. സ്വന്തം ഭർത്താവ് എത്യോപ്യയിലെത്തിയപ്പോൾ, ക്രിസ്ത്യാനികളാണല്ലോ എത്യോപ്യയിൽ, അവിടുത്തെ കള്ള് ഷാപ്പ് കണ്ടിട്ട് എനിക്ക് മദ്യപിക്കണമെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളായിരുന്നു ഉമ്മു ഹബീബ ബീവിയുടെ ഭർത്താവ്. ആരാണ് അവരുടെ വാപ്പയെന്നറിയുമോ? മക്കയിലെ എല്ലാ കുതന്ത്രങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, പിന്നീട് സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അവരുടെ മോളാണത്. അന്ന് വാപ്പ ശക്തമായ ശത്രുപക്ഷത്താണ്. വാപ്പയുടെ ശത്രുതയെ വകവെക്കാതെ സത്യം ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ച് ക്രിസ്ത്യാനി മതത്തിലേക്ക് പോവുകയും ചെയ്ത് ഹബീബ എന്ന് പറയുന്ന കൊച്ചുമോളുമായി ഒരുമിച്ച് കഴിഞ്ഞ വിധവയായ ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ പ്രമാണിയായ നേതാവിന്റെ മോളാണ്. ആ മോള് ഫാത്മ മോള് റംല ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്തു. വിവാഹം ചെയ്യുമ്പോൾ നബിതങ്ങൾ മദീനയിലാണ്. മദീനയിൽ നിൽക്കുന്ന നബിതങ്ങളുടെ വിവാഹത്തിന് മഹർ കൊടുത്തത് നജാശി രാജാവാണ്. അവിടെ കൈ കൊടുക്കാൻ ഹബീബായ നബിതങ്ങളില്ല. ഭർത്താവ് മതം മാറിപ്പോയതിന്റെ പേരിൽ വിധവയായ മഹദിയെ ഹബീബായ നബി തങ്ങൾ വിവാഹം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് കഴിഞ്ഞ് 7 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് മഹദി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. 3 വർഷമാണ് ഹബീബിന്റെ കൂടെ ജീവിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ സമയത്താണ് സ്വന്തം ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അന്ന് മക്കക്കാരുമായി ഉണ്ടായിരുന്ന ഹുദൈബിയ സന്ധി മക്കക്കാർ പൊളിക്കുകയും ആ സന്ധി ഞങ്ങൾ വകവെക്കുകയില്ലെന്ന് പറഞ്ഞ് ഹബീബായ നബിയോട് ഹുങ്ക് പറഞ്ഞപ്പോൾ അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുകയും ആ കരാർ നമുക്ക് ഒന്നുകൂടെ കൂട്ടിയോജിപ്പിക്കാം എന്ന് പറഞ്ഞ് ഹബീബായ നബിയോട് നെഗോഷിയേഷൻ നടത്താൻ വേണ്ടി അബൂ സുഫിയാൻ എന്ന തന്റെ പിതാവ് മദീനത്തേക്ക് വന്നപ്പോ, വീട്ടിലേക്ക് കയറി വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടെയില്ല. നബി തങ്ങൾ ഇരിക്കുന്ന വിരിപ്പ് അവിടെ കണ്ട് വാപ്പ വിരിപ്പിലേക്ക് ഇരിക്കാൻ പോകുമ്പോ പിതാവിനോടുള്ള എല്ലാ ബഹുമാനവും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ, പിതാവിനോടുള്ള എല്ലാ ആദരവും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ, എന്നാൽ വിശ്വാസവും ഈമാനും അല്ലാഹുവിന്റെ അടുത്ത് അതിലേറെ ഗൗരവമാണെന്ന് മനസ്സിലാക്കി ആ വിരിപ്പ് എടുത്തു മാറ്റുകയായിരുന്നു മഹദി. അപ്പൊ വാപ്പ ചോദിച്ചു, മോളെ, വാപ്പാക്കിരിക്കാൻ ഇതിലും നല്ല മുണ്ട് മോൾ എടുത്തു തരാൻ വേണ്ടിയാണോ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് പച്ച മണ്ണിലിരിക്കാൻ എന്നെ നീ വിടില്ലെന്ന് എനിക്കറിയാം. ഹബീബായ തങ്ങളുടെ വീടാണത്. ആ വിരിപ്പ് നീ എടുത്തു മാറ്റിയത് എനിക്ക് വേറെ വിരിപ്പ് വിരിച്ചു തരാനാണോ?
അല്ല ഉപ്പാ, അല്ല, എന്റെ ഹബീബിരിക്കുന്ന ഈ വിരിപ്പിൽ അങ്ങേക്കിരിക്കാൻ അവകാശമില്ല ഉപ്പാ എന്ന് സ്വന്തം ഉപ്പയോട് വിശ്വാസത്തിന്റെ തെളിമ തെളിയിച്ചു പറഞ്ഞ ഒരു കപ്പൽ കയറിയ മഹദിയാണ് ഉമ്മു ഹബീബ റംലാ ബീവി റളിയല്ലാഹു അൻഹാ. പിന്നീടാണ് വാപ്പ മുസ്ലിമാവുന്നത്. മകള് മുസ്ലിമായി 15 കൊല്ലമല്ല 20. മകള് മുസ്ലിമായി 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാപ്പ മുസ്ലിമാകുന്നത്. അപ്പോഴേക്കും മഹാന്മാരായ സ്വഹാബിമാരുടെ ഖാഫില ഒരുപാട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ പടിക്കൽ വന്ന് അന്ന് അബൂ സുഫിയാനും സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഖുറൈശി നേതാക്കന്മാരുടെ നേതാവ് ഹുദൈബിയ സന്ധിയിൽ നബി തങ്ങളുടെ പേര് എഴുതാൻ പാടില്ല എന്ന് വാശി പിടിച്ച ആള്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണം എന്ന് പറഞ്ഞ ആള്, അവരെല്ലാം മുസ്ലിമായി. അതാണ് അത്ഭുതം, അവരൊക്കെ മുസ്ലിമായി. ആരെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കളായി വന്നിട്ടുണ്ടോ ഈ മതത്തെ അറിഞ്ഞപ്പോൾ അവരതിനകത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂ സുഫിയാൻ എന്നവരും സുഹൈൽ ഇബ്നു അംറും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അടിമയായിരുന്ന ബിലാൽ എന്നവര്, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഒരു അപ്പോയിന്റ്മെന്റും ഇല്ലാതെ കൂളായി ഉമർ തങ്ങളുടെ റൂമിൽ കയറി ഇറങ്ങുന്നത് കണ്ടപ്പോ അബൂ സുഫിയാൻ ഒരു ദേഷ്യം വന്ന് പറഞ്ഞുപോയി, സുഹൈൽ ഇബ്നു അംറേ, എന്ത് നാണക്കേടാണിത്? ഞാനും നീയും ഖുറൈശികളുടെ നേതാക്കന്മാരായിരിക്കെ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടാതെ ഈ സാധുക്കളായ മനുഷ്യന്മാർ ഉമർ എന്നവരുടെ റൂമിൽ കൂളായിട്ട് കയറിറങ്ങി പോവുകയോ? ഇത് പറഞ്ഞപ്പോ സുഹൈൽ ഇബ്നു അംർ എന്നവര് ബുദ്ധിയുള്ളൊരു വർത്തമാനം പറഞ്ഞു, അബൂ സുഫിയാൻ, ഓർക്കണം അബൂ സുഫിയാൻ, അല്ലാഹുവിന്റെ റസൂൽ ദീനുമായി വന്നപ്പോ ഞാനും നിങ്ങളും നഖശികാന്തം ഹബീബിനെ എതിർത്തപ്പോൾ ആ ഹബീബിന്റെ കൂടെ ആദ്യം ചേർന്നവരല്ലേ ബിലാൽ എന്നവര്? അവർ ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരല്ലേ? അവരൊക്കെ മുസ്ലിമായി 22 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? ഒരു കൊല്ലമല്ലേ ഹബീബിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഒരു കൊല്ലത്തിൽ താഴെ. അതുകൊണ്ട് നമ്മൾ ബാക്കിലല്ലേ വന്നത്, അവര് മുമ്പിൽ നടന്നവരല്ലേ? അതുകൊണ്ട് അവർക്കതിന് അവകാശമുണ്ട്. എന്റെ പേടി ഇതൊന്നുമല്ല അബൂ സുഫിയാൻ. നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു ആളുകളെ വിളിക്കുമ്പോൾ ഞാനും നിങ്ങളും ബാക്കിലാകുമോ എന്ന പേടിയുണ്ട്. ദുനിയാവിൽ ഒരു ഖലീഫയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വൈകിപ്പോയെങ്കിൽ എന്താ, നാളെ പരലോകത്ത് വരുമ്പോൾ ഞാനും നിങ്ങളും ഇവിടെ വൈകിപ്പോയതിന് ശിക്ഷയായി നമുക്ക് സ്വർഗപ്രവേശനം വൈകിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് മുഅ്മിനെ, നന്മയിലേക്ക് മുന്നിട്ട് വരിക. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. അവൻ തന്ന ജീവനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അവൻ തന്ന ചോരയാണ് ഈ ഒഴുകുന്നത്. അവൻ തന്ന സമയത്തേക്ക് മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അവന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തി നല്ലവരായി രാജ്യത്തിനും മനുഷ്യർക്കും സമുദായത്തിനും ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്നവരായി വളർന്ന് നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞുപോയ സ്വഹാബിയത്തുകളായ മഹദിമാരെ നമ്മൾ ഓർത്തെടുത്തവർ, മഹാന്മാരായ സ്വഹാബിമാർ, അവരുടെ ജീവിതത്തിലെ ഈമാനിക വിശുദ്ധി നമുക്കും മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും ലഭിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തേക്കണേ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹു നമ്മെ സജ്ജനങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടി തുടങ്ങി 2 മണിക്കൂറായി. കൃത്യമായ സമയം 2 മണിക്കൂർ കഴിഞ്ഞാൽ അവസാനിപ്പിക്കലാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. സമയം വൈകിപ്പോയി, തുടങ്ങാനും വൈകിയത് കൊണ്ട് മഞ്ഞ് വീഴുന്ന സമയമാണ്. നമ്മുടെ ഈ പരിശുദ്ധമായ പരിപാടിയിലേക്ക്, നമ്മുടെ ഇസ്ലാമിക് സെന്റർ, ഈ ഇസ്ലാമിക് അക്കാദമിയിലേക്ക് മഹാനായ ശിഹാബ് തങ്ങൾ മർഹൂം തങ്ങളുടെ അവരുടെ പേരിലാണ് സഹായിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെ വിഷയം അറിയിക്കണം. ആർക്കെങ്കിലും ഇവിടുന്ന് അതിന് 1 സെന്റോ 2 സെന്റോ കൊടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, കാര്യമായൊരു സഹായം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്നറിയിച്ചാൽ നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രമാദമായ വിധിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഈ ജനുവരി 22-ന് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ജനുവരി 22 വരെ എല്ലാ ദിവസവും 15 തവണ മുസ്ലിമീങ്ങൾ
സ്വലാത്തുൻ നാരിയ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന ഒരു അത്ഭുതകരമായ റിസൾട്ടുകളുള്ള ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ ലദി തൻഹല്ലു ബിഹിൽ ഉഖദ്. ഇന്നലെ ഞങ്ങൾ തൃക്കരിപ്പൂർ ആയിരുന്നു. തങ്ങൾ ഇന്നലെ രാവിലെ തൃക്കരിപ്പൂർ അവിടെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് തങ്ങൾ ആഹ്വാനം ചെയ്തു. എല്ലാ മുസ്ലിമീങ്ങളും കഴിയുന്ന മുഴുവൻ ആളുകളും ഓരോ ദിവസവും 15 തവണ ഈ മുസീബത്ത് ഇല്ലാതെയായി പോകാനും ഇതുപോലെയുള്ള കൊടും നിയമങ്ങൾ ഈ സമുദായത്തിന് ആപൽക്കരമായ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ മനുഷ്യർക്ക് ആപൽക്കരമായ ഒന്നും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി മിനിമം 22-ാം തീയതി വരേക്കും ജനുവരി 22 വരേക്കും എല്ലാ ദിവസവും 15 തവണ സ്വലാത്തുൻ നാരിയ ചൊല്ലേണമേ എന്ന് മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങൾ അവറുകൾ ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ അത് ചൊല്ല സ്വലാത്താണ്. വലിയ പുണ്യമുള്ള സ്വലാത്താണ്, ശ്രേഷ്ഠതയുള്ളതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ അത് കാരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മുജറബാൻ പണ്ഡിതന്മാർക്കിടയിൽ. അതുകൊണ്ട് ഇത് ചൊല്ലണേ. ഒരു തവണ നാം ചൊല്ലുകയാണ് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹു എല്ലാ മുസീബത്തുകളും അല്ലാഹു തആല നമുക്ക് സലാമത്താക്കി തരട്ടെ. അടുത്ത മഹല്ലിലെ താഹിറ എന്നൊരു സഹോദരി മാഷാ അല്ലാഹ് 1 സെന്റ് ഭൂമി നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിനെ ഖബൂലാക്കണേ തമ്പുരാനെ. 1 സെന്റിന് എത്രയാണ് കണക്കാക്കിയത്? 50,000 അതിൽ സെന്റിന് കണക്കാക്കിയിട്ടുള്ളത്. പറ്റുന്ന ആളുകൾ അറിയിക്കണം. നമ്മുടെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ദിവസങ്ങളായി നടന്ന പരിപാടി ഇവിടെ സമാപന നാളെയാണ് ഇൻഷാ അല്ലാഹ്. നാളത്തെ പരിപാടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു വലിയൊരു പദ്ധതിയാണ്. ഇവിടെ ആമുഖ ഭാഷണത്തിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ അലി അക്ബർ സാഹിബ് സൂചിപ്പിച്ചു, ഇവിടെ നമ്മുടെ വലിയൊരു അസറ്റ് കയ്യിലുണ്ടായിട്ട് തുടങ്ങിയതല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നാളത്തെ പരിപാടിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റിക്കാരെ നേരിട്ട് ഏൽപ്പിച്ചിട്ടോ ആ കവറിൽ നല്ലൊരു നിയ്യത്ത് ചെയ്ത് നിങ്ങൾ നല്ലൊരു സംഖ്യ ഏൽപ്പിക്കണം. അത് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം എന്നുകൂടെ അപേക്ഷിക്കുകയാണ്. ദുആയിരക്കാൾ ഒരുപാട് വസിയത്തുകളുണ്ട്. മരണപ്പെട്ട പിതാവിന്റെ പേര് ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് 6666 രൂപ ഇതിലേക്ക് സംഭാവന ചെയ്തു. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ആക്കോട് മുസ്തഫ ഹുദവി ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൻ പെട്ടെന്നൊരു ഛർദി വന്ന് ഒരു കാര്യമായൊരു അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ആ കുട്ടിയുടെ പേര് അക്ബർ എന്നാണ്, മാഹിർ എന്നാണ് ആ കുട്ടിക്ക്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ റബ്ബേ. അത്ഭുതകരമായ ശിഫ നൽകണേ തമ്പുരാനെ. ഇവിടെ ദുആയിരക്കാനുള്ള വസിയത്തുകളെല്ലാം മൊത്തത്തിൽ ഒന്ന് വായിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ദുആഇന്റെ സദസ്സിൽ അതെല്ലാം വിശദമായിട്ട് വായിക്കും ഇൻഷാ അല്ലാഹ്. സംഭാവനകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതൊക്കെ മക്കള് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയപ്പോൾ അവരുടെ സമ്പത്തിന്റെ പിൻബലത്തിലായിരിക്കാം നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മുടെ ഉമ്മാക്കുപ്പാവും അവർ നമുക്ക് തന്നതിന് തിരിച്ചവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള വഖഫുകളാണ്, ഹദിയകളാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ അല്ലാഹുവേ നീ എന്റെ ഉപ്പാക്ക് ഇതിന് കൂലി കൊടുക്കണേ എന്ന് നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ അതിന് കൂലിയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് മരിച്ചുപോയവരെ, ബന്ധുക്കൾ മരിച്ചുപോയവരൊക്കെ പ്രത്യേകം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ബന്ധുക്കളൊക്കെ ഉള്ള പരിസരങ്ങളാണ് ഇവിടെ ഈ കിടങ്ങഴിയും ചരണിയും നമ്മുടെ പുല്ലൂരും പരിസര പ്രദേശങ്ങളൊക്കെ. അല്ലാഹു ഇവിടങ്ങളിലൊക്കെ അവിടെയും നമ്മുടെ മറ്റു നാടുകളിലുമൊക്കെയുള്ള ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. മരണപ്പെട്ടവരൊക്കെ അവർക്കൊക്കെ അല്ലാഹു ഖബർ ജീവിതം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് സല്ലം
ഫബാരിക് വസല്ലിം അലൈഹി അർഹമർ റഹീമായ റബ്ബേ, നിന്റെ വിശുദ്ധ ഖുർആനിന്റെ സംസ്ഥാപനത്തിനും ഖുർആനിന്റെ പഠനത്തിനും മുന്നോട്ടുള്ള വഴിയൊരുക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു ഇസ്ലാമിക് അക്കാദമി വരുന്നത്. അല്ലാഹുവേ, ഈ സ്ഥാപനം നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. ചെലമ്പ്രയിലെ ദാറുൽ ഹുദ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം കാറടത്തിൽ മരിച്ചിരുന്നു, നിഹാൽ ചേളാരി. അല്ലാഹുവേ, നീ ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഹിഫ്ദൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവരുടെ കുട്ടി പഠിച്ച് ഹാഫിളാവാനും മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആയിരക്കാനും വേണ്ടി ഒരു സെന്റ് ഭൂമിയുടെ കാശ് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ. കുട്ടികൾ ഉണ്ടായാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് 2 സെന്റ് എന്റെ കാശ് തരാമെന്ന് ഏറ്റിട്ടുണ്ട് ഒരാൾ. അള്ളാഹു അവർക്ക് കൺകുടുംബമുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സഹോദരി അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ അള്ളാഹു കൺകുളിർമയുള്ള മക്കളെ സഹോദരിക്ക് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നൽകട്ടെ. ഭർത്താവിന്റെ പിതാവ് 45 ദിവസമായി അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആയിരക്കാൻ ഒരു കമ്മൽ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ, മകളുടെ സുഖപ്രസവത്തിനും വേണ്ടി 2000 രൂപ, അതുപോലെ തന്നെ ഒരു മോതിരം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈമാൻ ഉണ്ടാവാനും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ, മകന്റെ വിവാഹം ശരിയാവാനും കടം വിടാനും, മകൾ പൂർണ്ണ ഗർഭിണിയാണ്, സുഖപ്രസവത്തിനും, അള്ളാഹു കുടുംബത്തിന് ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം അള്ളാഹു നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇതുപോലെയുള്ള ചെറുതും വലുതുമായ അപേക്ഷകളുണ്ട്. ഒരു ജോഡി കമ്മൽ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ഇവിടെ ഖബറിനെ നീ വിശാലമാക്കണേ റബ്ബേ. ആ സ്വതക്കയെ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു ജോഡി കമ്മൽ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ഭർത്താവിനും ഈമാൻ കിട്ടി മരിക്കാനും വേണ്ടി ഒരു അനുഭാവി അള്ളാഹു നീ കബൂലാക്കണേ റബ്ബേ. ഒരു സ്വർണ്ണവളയുണ്ട്, അസുഖം മാറാനും അതുപോലെ തന്നെ അവരുടെ അസുഖം വീണ്ടും വീണ്ടും അത് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സുഖം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ഒരു സ്വർണ്ണവള സമാധിന് ഹദിയായി നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ പിതാവിനും സഹോദരിക്കും കുടുംബത്തിലുള്ളവർക്കും പ്രത്യേകം ദുആ ചെയ്യാൻ 10,000 അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു സ്വർണ്ണ ലോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 6 വർഷമായി ഉമ്മ സുഖമില്ലാതെ കിടക്കാണ്. ഉമ്മാക്ക് നീ ശമനം കൊടുക്കണേ തമ്പുരാനെ. ഹലാലായ മുറാദ് ഹാസിലാകാനും വേണ്ടി മറ്റു ഒരു ജോഡി കമ്മൽ അല്ലാഹു നീ സലാമത്താക്കി കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബുകളെ നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ നോക്കുന്നത് ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഞങ്ങളുടെ രൂപത്തിലേക്കോ കോലത്തിലേക്കോ ഒന്നുമല്ല, നീ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അല്ലാഹു, ഞങ്ങളുടെ ഖൽബുകളെ നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ വിശ്വാസികളുടെ തെളിമയായ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാഹ്, ഒരുപാട് തെറ്റ് ചെയ്തു പോയി പാപികളാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ കാലങ്ങളിലെ പാപക്കറകളെ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ കഴുകി ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ, തിന്മകളിലേക്ക് മനസ്സു പോകാതെ നന്മകളിലായി പിടിച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ. അള്ളാഹ്, ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നിന്റെ ഹലാലിലാവുന്നതാക്കണേ റഹ്മാനെ. ഹറാം നോക്കുകയോ കാണുകയോ ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്ന്, മഅസിയത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കാതും ഞങ്ങളുടെ കണ്ണും മനസ്സും കാതും കൈകാലുകളും ശരീരവും സമ്പത്തും വാഹനവും എല്ലാം അല്ലാഹു നീ ഹറാമിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. കാരുണ്യവാൻ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമേ. അല്ലാഹ്, ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ വീട്ടുകാർ, അയൽവാസികൾ, പരിസരത്തുള്ളവർ, ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവർ, ദീനിന്റെ സദസ്സുകൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവർ, പ്രത്യേകം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവർ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരും ഇല്ലാത്തവരും, ഞങ്ങൾ പഠിച്ച സ്ഥാപനം, ഞാനും അൻവർ ഹുദവിയും അവരുടെ സഹോദരൻ മൻസൂർ ഹുദവിയൊക്കെ പഠിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതിനൊക്കെ അകമഴിഞ്ഞ് സഹായിച്ച ആളുകൾ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെയുണ്ട്, വിദേശങ്ങളിലുണ്ട്, പ്രവാസികളിലുണ്ട്, നാട്ടിലുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും ഈ സദസ്സിന്റെ പുണ്യം നീ നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ നാടും ഞങ്ങളുടെ മഹല്ലും ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളും എല്ലാവിധ ഫിത്നകളിൽ നിന്ന് നീ കാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. വീട് വെച്ചവർക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. പൂർത്തിയായവർക്ക് അതിൽ ബർക്കത്തിനെ കൊടുക്കണേ തമ്പുരാനെ. കടം കൊണ്ട് കുടുങ്ങി പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, കടം വീടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കണമേ. അല്ലാഹ്, കടം വീടാനുള്ള ദുആ ഞങ്ങൾ ദുആയിരക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ നഊദു
بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال അല്ലാഹുവേ കടബാധ്യതകളിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ അല്ലാഹുവേ ഏതൊരു ചെറിയ കാര്യത്തിനും പണയം വെച്ച് പലിശക്ക് വെച്ചിട്ടും പലിശക്ക് കൊടുത്തിട്ടും സാമ്പത്തിക ഇടപാടുകൾ നടത്തി സമ്പത്തിനെ മലിനമാക്കുന്ന നിനക്കിഷ്ടമില്ലാത്ത നീ യുദ്ധം പ്രഖ്യാപിച്ചതാണ് പലിശ ഏർപ്പാടുകൾ അല്ലാഹുവേ ഇനി ഒരിക്കലും ഒരു പ്രയാസം വരുമ്പോൾ ഒരു ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ ബാങ്ക് ഏർപ്പാടുകൾ ചെയ്തു വെച്ചതിലെ എല്ലാ ബറക്കത്ത് നീ എടുത്തു കളഞ്ഞതും അല്ലാഹു ഈ നിമിഷത്തെ ഞങ്ങളുടെ തൗബ കൊണ്ട് നീ തിരിച്ചു നൽകണേ തമ്പുരാനെ അല്ലാഹുവേ പലിശക്കുമേൽ പലിശകളായി അടച്ചതും അടക്കാനിരിക്കുന്നതും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിലൊക്കെ പലിശരഹിത വായ്പാ സംവിധാനങ്ങൾ മഹല്ലുകളിൽ ഒരുക്കി പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്തവർക്കും ഉപയോഗപ്രദമായ വിധത്തിൽ ഒരു ഹറാമിലേക്ക് പലിശയിലേക്ക് പോകാതെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അവസരങ്ങൾ നൽകണമേ തമ്പുരാനെ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ഖൈറായ മഈശത്ത് നീ നൽകണേ റബ്ബേ ഞങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവരുണ്ട് ഇവിടെയും നാട്ടിലും വിവിധ നാടുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഗൾഫിലും വിദേശങ്ങളിലും യുകെയിലും യുഎസ്എയിലും കാനഡയിലും ചൈനയിലും റഷ്യയിലും ഒക്കെ പോയി പഠിക്കുന്ന മക്കൾ ഞങ്ങളുടെ പരിചയങ്ങളിലുണ്ട് അല്ലാഹുവേ അവർക്കൊക്കെയും നല്ല ഇൽമും അദബും ഈമാനും തഖ്വയും വഴിതെറ്റി പോവാതെ നീ അവരെ കാക്കണമേ തമ്പുരാനെ അല്ലാഹുവേ യുക്തിവാദം എന്ന് പറയുന്ന യുക്തിരാഹിത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫേസ്ബുക്കും ഓൺലൈൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരറിയാതെ അവർക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത വിധമുള്ള കുസൃതി ചോദ്യങ്ങൾ ദീനിനെ കുറിച്ച് കോടാനുകോടി പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കോടാനുകോടി പണ്ഡിതർ കഴിഞ്ഞുപോയ ഏറ്റവും പ്രാമാണികമായ ആധികാരികമായ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നിസ്സാര ചോദ്യങ്ങൾ തൊടുത്തുവിട്ട് കവല പ്രസംഗങ്ങളും സംവാദങ്ങളും ഉണ്ടായി അതൊക്കെ ശ്രദ്ധിച്ചും കേട്ടും ഈമാൻ നഷ്ടപ്പെട്ട് യുക്തിവാദത്തിലേക്ക് പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിനെ നീ കാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ റബ്ബേ ഈമാൻ സുദൃഢമാക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് അറിവ് നൽകണേ പടച്ചവനെ നിന്നെയും നിന്റെ ഹബീബിനെയും നിന്റെ സ്വഹാബികളെയും ഖൈറുൽ ഖുറൂൻ എന്ന് പറഞ്ഞ നല്ല കാലഘട്ടത്തെയും ഇനിയും ഒരുപാട് അടുത്തു നിന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ അർഹമർ റഹീമായ റബ്ബേ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാഹ് നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ പടച്ചവനെ ജനങ്ങൾ വെറുത്താലും നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാഹ് കാരുണ്യവാനേ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ഖബറിലും നാളെ ആഖിറത്തിലും നൽകണമേ തമ്പുരാനെ അല്ലാഹുവേ നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ റബ്ബേ അല്ലാഹുവേ നീ ഞങ്ങൾ ചെയ്തു പോയി തെറ്റുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളോട് കരുണയില്ലാത്തവരുടെ കൈകളിൽ ഞങ്ങളുടെ നേതൃത്വമോ അധികാരമോ നീ ഏൽപ്പിക്കരുതേ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥിനികൾ സമരമുറകളിലേക്ക് ഇറങ്ങി ഒരുപാട് ആപൽക്കരമായ അപകടങ്ങൾ സംഭവിച്ചവർ മരിച്ചവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ അപകടം പറ്റിയവർക്ക് നീ ശമനം നൽകണേ റബ്ബേ ഈ ഉമ്മത്തിന്റെ ശബ്ദം അധികാരി വർഗങ്ങൾ കേൾക്കുകയും അവരുടെ ഇത്തരത്തിലുള്ള വളരെ വക്രമായ നിലപാടുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യാൻ സൽബുദ്ധി കൊടുക്കണേ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹുവേ ഈ രാജ്യം സുരക്ഷിതമാക്കണേ റബ്ബേ അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ബിലാദിൽ മുസ്ലിമീന വൽ ആലമീന അജ്മഈൻ അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ പഠിക്കാനും പഠിപ്പിക്കാനും ഭക്ഷണം നൽകിയും മറ്റും സഹായിക്കുന്നവർ ദീനിന്റെ വഴികളിൽ ഞങ്ങളെ പിൻപറ്റുന്നവർ അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളെ രണ്ട് ലോകത്തും നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളിൽ ഒരുപാട് വിവാഹപ്രായമെത്തിയ വിവാഹം ആലോചിക്കുന്ന ചെറുപ്പക്കാരുണ്ട് വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ യോജിച്ച വിവാഹ ബന്ധങ്ങൾ നൽകണേ തമ്പുരാനെ യോജിച്ചത് സമാധാനവും സന്തോഷവുമുള്ള നല്ലൊരു കുടുംബജീവിതം നൽകണേ തമ്പുരാനെ വിവാഹം ചെയ്ത് കഴിയുന്നവരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പമുണ്ടാക്കണേ തമ്പുരാനെ കാരുണ്യവാനായ അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ഫിത്നകളിൽ നിന്നും മാ ളഹറ മിൻഹാ വമാ ബതൻ ഞങ്ങൾ അറിഞ്ഞതോ അറിയാത്തതോ ഗോപ്യമോ പരസ്യമോ ആയ എല്ലാവിധ ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ റഹ്മാനെ اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين وإذا أردت بعبادك فتنة فاقبضنا إليك غير مفتونين رحم الراحمين ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഈമാൻ നൽകണേ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ തമ്പുരാനെ നാവിന് വഴക്കമുണ്ടാക്കണേ റബ്ബേ കലിമ ചൊല്ലുന്നവരാക്കണേ പടച്ചവനെ മരണസമയത്ത് ഹബീബിനെ കാണിക്കണേ പടച്ചവനെ മരിക്കുന്ന നേരത്ത് അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം നീ കാണിച്ചു കൊടുക്കുന്നവരുണ്ടല്ലോ അവരിൽ ഞങ്ങളെ ചേർത്തണേ റഹ്മാൻ
റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സദസ്സിലും ഞങ്ങളുടെ പരിസരങ്ങളിലും കുടുംബങ്ങളിലും അയൽവാസികളിലും ഉമ്മമാർ മരിച്ചുപോയവരുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഉപ്പമാർ മരിച്ചവരുണ്ട്, മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ മക്കൾ മരിച്ചവരുണ്ട്, നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളും ഖബറിലേക്ക് വരുമ്പോൾ അവിടം ഞങ്ങളുടെ ഈ ലോകത്തെ വീടിനെക്കാളും ഹൈറായ ഒരു വീടായി ഞങ്ങളുടെ ഖബറിനെ നീ മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ കൂടെ വീടുകളിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഉപ്പമാരോ ഉമ്മമാരോ വല്യമ്മമാരോ ഇന്ന് മണ്ണിനടിയിലാണ്. അള്ളാഹു അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, അവർക്ക് സ്വർഗം നൽകണേ റബ്ബേ. ഈ സ്ഥാപനത്തിലേക്ക് വിവിധ സ്വർണ്ണമാലയും കമ്മലും മോതിരവും ഒക്കെ ആയിട്ടും ഒരുപാട് സെന്റ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടും ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയും മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി തന്നവരുണ്ട്. അതൊക്കെ നീ ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മക്കളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർത്തണേ റഹ്മാനെ. കബൂലാക്കണേ റബ്ബേ. അത് ഈ നിമിഷം തന്നെ അവരുടെ ഖബറിലേക്ക് എത്തിച്ച് നീ വെളിച്ചമാക്കണേ പടച്ചവനെ. അതിനൊക്കെ പകരം അവർ നൽകിയതിന് എമ്പാടും നീ ഏറെ കൊടുക്കണേ റബ്ബേ. മരിച്ച ഒരു ഉമ്മയുടെ 3.5 പവൻ സ്വർണ്ണമാണ് എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു സഹോദരൻ ദുആ എടുക്കാൻ വേണ്ടി ആദ്യ പരിപാടിക്ക് വരുമ്പോഴെന്നെ അള്ളാഹുവെ നീ അറിയുന്നല്ലോ പടച്ചവനെ. അത് എന്റെ കയ്യിൽ അവർ തരുന്നതിന് മുമ്പ് നിന്റെ ഹദറത്തിൽ അത് വന്നിരിക്കുകയാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബേ. ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. ആ ഉമ്മാക്കും മക്കൾക്കും സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങൾ നൽകണേ റബ്ബേ. ഞങ്ങൾക്കും നൽകണേ പടച്ചവനെ. നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും നിന്നെ കാണാനും നരകത്തിൽ ഒരു നിമിഷം പോലും തൊടാതെ സ്വർഗ്ഗത്തിലെത്താനും ഭാഗ്യം നൽകണേ പടച്ചവനെ. ഒരുപാട് തവണ ഹജ്ജും ഉംറയും എന്റെ ഹബീബിനെ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കാൻ വിട്ടുപോയ ശർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ പടച്ചവനെ. ഈ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. ലോക രാജ്യത്തെ ലോക മനുഷ്യരെ നീ കാക്കണേ പടച്ചവനെ.